മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചു. ചട്ടിപ്പറമ്പിൽ സ്വദേശിനിയായ അസ്മയാണ് മരിച്ചത്. 5ാമത്തെ പ്രസവത്തിലാണ് അസ്മ മരിച്ചത്. മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയെങ്കിലും പോലീസ് ഇടപെട്ട മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. മലപ്പുറം വീട്ടിൽ പ്രസവം നടത്തി ഒരു സ്ത്രീ മരിച്ചു. എല്ലാവരും അറിഞ്ഞു കാണും. എന്നാലും ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. കഷ്ടം തന്നെ. കഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം. ഈ മരിച്ച സ്ത്രീക്ക് മൊത്തത്തിൽ 5 കുട്ടികളാണുള്ളത്. അതിൽ ആദ്യത്തെ 3 പ്രസവം അവർ വീട്ടിൽ തന്നെയായിരുന്നു നടത്തിയത്. അതിൽ ഒരെണ്ണം ഇവർ ഹോസ്പിറ്റലിൽ പോകുകയും വീണ്ടും 5ാമത്തേത് അവർ വീട്ടിൽ തന്നെ നടത്തി. അതിലാണ് ഇപ്പം ആ അമ്മ മരിക്കുന്നത്. ഈ മരിച്ച സ്ത്രീയുടെ ഭർത്താവിന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതാണല്ലോ ഈ കഥയിലെ നായകൻ. അയാൾ ഈ കഴിഞ്ഞിടയ്ക്ക് യൂട്യൂബ് ചാനൽ പറയുന്നുണ്ടായിരുന്നു, ഈ പെണ്ണുങ്ങൾ വീട്ടിൽ തന്നെ പ്രസവിക്കുന്നതാണ് നല്ലത്, അങ്ങനെ എന്തൊക്കെയോ പറയുന്നു. അയാളുടെ വിശ്വാസമല്ല, അന്ധവിശ്വാസ പ്രകാരം സ്ത്രീകൾ വീട്ടിൽ പ്രസവിക്കുന്നതാണ് നല്ലതെന്നാണ് അയാൾ പറയുന്നത്. അയാളെ ചിന്താഗതി അങ്ങനെയാണ്. ഇങ്ങനെയും ചിന്താഗതിക്കുള്ള മനുഷ്യന്മാർ ഈ നൂറ്റാണ്ടിൽ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ചികിത്സ നഷ്ടപ്പെട്ട ഒരാൾ മരിക്കുകയാണെങ്കിൽ ആരാണോ ആ ചികിത്സ നിഷേധിച്ചത് അവർക്കെതിരെ കേസെടുക്കാൻ നമ്മുടെ ഇന്ത്യയിൽ റൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു അക്യുപഞ്ചേഴ്സായ ഒരു കപ്പിള് ഇതുപോലെ വീട്ടിൽ പ്രസവിച്ചിട്ട് അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇവരൊക്കെ ഈ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു റിസ്ക്കും വലിയൊരു തെറ്റുമാണ് ഇവരൊക്കെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീയുടെ ഭർത്താവ് മതപരമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആ 5 കുട്ടിക്ക് അമ്മയില്ലാണ്ടായി. ഇനി അവരാരും നോക്കും? ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ടെക്നോളജിയും അഡ്വാൻസ്ഡായി ഈ ലെവൽ വരെ വളർന്നിട്ട് ഈ മനുഷ്യന്മാർക്കൊന്നും നേരം എടുത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്, ഇതുപോലെ ബോധവും വിവരമില്ലാത്തവരൊക്കെ ഇപ്പോഴും നമ്മുടെ നൂറ്റാണ്ടിൽ ജീവിക്കുന്നുണ്ടല്ലോ ഓർക്കുമ്പോഴും ഒന്നും പറയാനില്ല. നമ്മുടെ ഈ ഹോസ്പിറ്റലൊക്കെ ഇത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ചില സമയത്ത് ഡോക്ടേഴ്സിന് പോലും ഈ അമ്മേനെയും കുട്ടീനെയും ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ അമ്മയും കുട്ടിയും പ്രസവത്തോടെ മരിച്ചു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാനും ഒരു നഴ്സാണ്. ഇതിനു മുമ്പ് ഞാൻ വയനാട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പ്രസവം കഴിഞ്ഞ് കുട്ടിക്ക് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിട്ട് എനിക്കപ്പം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഒരു 2 മണിയായപ്പോൾ ഞങ്ങൾ മിംസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ആ കുട്ടി ഓക്കെ ആയി. അതാണ്, അത്രയും ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലായിട്ട് പോലും നമുക്ക് ചില സമയത്ത് ഡോക്ടേഴ്സൊക്കെ എത്ര നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില സമയത്തൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരണമെന്നില്ല. ഈ പ്രസവം എന്നൊക്കെ പറയുമ്പോൾ ഹോസ്പിറ്റലുകളിൽ അത്രയും സ്റ്റെറൈൽ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. വീട്ടിൽ അതിനുള്ള എന്ത് ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ടാവാനാണ്? ഈ പ്രസവം കഴിഞ്ഞ ഉടൻ എല്ലാ പേഷ്യൻസിനും ചിലപ്പം ഈ പ്രഷറും പൾസും എല്ലാം നോർമൽ റേഞ്ചിലായിരിക്കും കാണിക്കുക. കുറച്ച് കഴിയുമ്പം അതിനെല്ലാം വേരിയേഷൻ വരാനും ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ അന്ധവിശ്വാസങ്ങളും വിവരമില്ലാത്തവരും ഇനിയും നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പം കുറച്ചും കൂടി സീരിയസ്നെസ് ആയി കണ്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവുക.